ശ്രീ അൻവർ സാദത്ത്. സർ, ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി ആലുവ നിയോജകമണ്ഡലത്തിൽ എടത്തല, ചങ്ങമനാട്, കീഴ്മാട്, കാഞ്ഞൂര്, നെടുമ്പാശ്ശേരി, ശ്രീമൂലരം, ചൂർണിക്കര പഞ്ചായത്തുകളിൽ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. പക്ഷേ അതിനകത്ത് എടത്തല, ചെങ്ങമനാട് പഞ്ചായത്തുകളിൽ ഓംദാർ എന്ന ഒരു കമ്പനിയാണ് അതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ സാറ് 73 കിലോമീറ്ററാണ് എടത്തല പഞ്ചായത്തിൽ ടോട്ടൽ ഉള്ളത്. അതിനകത്ത് 11 കിലോമീറ്റർ അവർ ഏകദേശം പണി നടത്തി ഇട്ടുകൊണ്ടുപോയിരിക്കുകയാണ്. അതുപോലെ ചെങ്ങമനാട് പഞ്ചായത്തിൽ ഈ സെയിം കമ്പനി തന്നെ 124 കിലോമീറ്ററാണ് വർക്ക് എടുത്തത്. അവിടെ 34 കിലോമീറ്ററാണ് ഇപ്പോൾ വർക്ക്. ആ എടുത്ത വർക്ക് അതുപോലും തീർത്തിരിച്ചില്ല 34 കിലോമീറ്റർ സാറേ. അതുകൊണ്ട് ആ പദ്ധതി എങ്ങും എത്താത്ത രീതിയിലായിരിക്കുകയാണ്. അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ ഈ വർക്ക് ഉള്ളത് കൊണ്ട് പല റോഡുകളും പണിയാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ കീഴ്മാട്, ഞാൻ നേരത്തെ പറഞ്ഞ കീഴ്മാട്, കാഞ്ഞൂർ, അതുപോലെ നെടുമ്പാശ്ശേരി, ശ്രീമൂലരം, ചൂർണിക്കര പഞ്ചായത്തിൽ ഇപ്പോൾ ടെൻഡർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ പോകുന്നുള്ളൂ. ബാക്കിയുള്ള പഞ്ചായത്തുകളിലേക്ക് വർക്ക് ഇതുപോലെ ഇട്ടുകൊണ്ട് പോയിട്ടില്ല. പക്ഷേ അത് ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാറ്. അത് പറയുന്നത് അവർ വർക്ക് സ്ലോ ആകുന്നത് അവർക്ക് യഥാസമയത്ത് ബില്ല് പാസ്സായി കിട്ടുന്നില്ല. അതിൽ ആക്ഷേപം ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർ പറയുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞ എടത്തലയും ചെങ്ങമനാടും സാറേ, അതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറഞ്ഞ കമ്പനിയെ വീണ്ടും കൊണ്ടുവന്ന് അത് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്ത് എത്രയും വേഗം പുതിയ ആൾക്ക് ടെൻഡർ ചെയ്ത് പുതിയ ആളെ നിയോഗിച്ച് ആ വർക്ക് തുടങ്ങാൻ സാധിക്കണം. പക്ഷേ അതിനകത്തുള്ള തടസ്സം എന്ന് വെച്ചാൽ ഈ പദ്ധതിയിൽ പൈസ കിട്ടാത്തുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പലരും ടെൻഡർ എടുക്കാൻ ഒരുപക്ഷെ തുനിഞ്ഞൊന്നും വരില്ല. അപ്പം അതെന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും സാറേ? അവസാനിപ്പിക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം പഞ്ചായത്തുകളുടെ റോഡ് മെയിൻ്റനൻസിൻ്റെ പദ്ധതി, അവരുടെ തനത് ഫണ്ടുണ്ട്, അതുപോലെ പ്ലാൻ ഫണ്ടുണ്ട്. ഇതൊന്നും ഇപ്പോൾ അവർക്ക് ചെലവഴിക്കാൻ പറ്റുന്നില്ല. പല പഞ്ചായത്തുകളും ഈ കഴിഞ്ഞ തനത് ഫണ്ടും അതുപോലെ പ്ലാൻ ഫണ്ടിൽ ഒക്കെ ആ പദ്ധതി മാറ്റി കൊണ്ടുവന്ന് ആ പൈസ റോഡിന് വേണ്ടി ചെലവാക്കാൻ പറ്റില്ല. അതായത് റോഡ് കുഴിച്ചിട്ടേക്കാണല്ലോ. അപ്പൊ അത് വലിയ പ്രശ്നമായി നിൽക്കുകയാണ് സാർ. അതുപോലെ ഇപ്പോൾ ഗ്രാമീണ റോഡ് നമ്മൾ ഫണ്ട് സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ കേരളത്തിൽ പല പഞ്ചായത്തിലും ഈ റോഡ് ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന അതും തടസ്സമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഇത് ഇപ്പോൾ 1-ാം തീയതി മുതൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ ശ്രദ്ധപ്പെടുന്നില്ല. 1-ാം തീയതി മുതൽ കരാറുകാർ സമരത്തിലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അതും ഇടപെട്ടുകൊണ്ട് അത് എത്രയും പരിഹരിച്ച് കരാറുകാർ സമരത്തിലേക്ക് പോയി. സാറേ, സമരത്തിലേക്ക് പോയാൽ കുടിവെള്ള പദ്ധതി അല്ലെങ്കിൽ ലീക്ക് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് തടസ്സപ്പെടും. അതുകൊണ്ട് ഈ ആലുവ നിയോജകമണ്ഡലത്തിലെ ഈ പറഞ്ഞ ജലജീവൻ എല്ലാ നിയോജകമണ്ഡലത്തിലും ഈ ജലജീവൻ മിഷൻ പദ്ധതി കാര്യക്ഷമമായി പുരോഗതി വിലയിരുത്തി അതുപോലെ തന്നെ ആ പദ്ധതി സമയബന്ധിതമായി തീർത്ത് റോഡുകൾ ആളുകൾക്ക് അപകടം കൂടാതെ സഞ്ചാരയോഗ്യമാക്കുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട MLA അൻവർ സാദത്ത് സൂചിപ്പിച്ച വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതോടൊപ്പം പൊതുവായ വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ കാണുന്നത് ആലുവ നിയോജക മണ്ഡലത്തിലെ എടത്തല, ചൂർണിക്കര, കീഴ്മാട്, ചെങ്ങമനാട്, ശ്രീമൂലനഗരം, കാഞ്ഞൂർ, നെടുമ്പാശ്ശേരി പഞ്ചായത്തുകളിലെ ജലജീവൻ മിഷൻ പ്രവൃത്തികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. അതിൽ എടത്തല പഞ്ചായത്തിൽ 72 കിലോമീറ്ററാണ് വിതരണ ശൃംഖല. 5520 FHTCകൾ നൽകുന്ന പ്രവൃത്തികളാണ് ജലജീവൻ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടത്. ഓംദാർ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കരാർ വെച്ച 3175.79 ലക്ഷം രൂപയുടെ പ്രവൃത്തികളിൽ ഇതുവരെ 11 കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. 501 FHTCകൾ നാളിതുവരെ നൽകിയിട്ടുണ്ട്. പ്രവൃത്തിയാകെ 14% മാത്രമാണ് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി മുറിച്ച 11 കിലോമീറ്റർ റോഡിൽ 8.3 കിലോമീറ്റർ റോഡ് പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. 2 മാസമായി കരാറുകാർ പ്രവൃത്തികൾ ചെയ്യുന്നില്ല. പ്രവൃത്തി പുനരാരംഭിക്കുവാനും ചെയ്ത പ്രവൃത്തികളുടെ അപാകതകൾ പരിഹരിക്കുന്നതിനുമായി കരാറുകാരന് കത്ത് മുഖാന്തരം നിർദ്ദേശം നൽകിയെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. 6/1/23 രീതിയിൽ കരാർ വെച്ച് ഈ പ്രവൃത്തിയുടെ കാലാവധി 31/12/24 വരെ ദീർഘിപ്പിച്ചു നൽകിയിരുന്നു. റോഡിൻ്റെ അപകടകരമായ അവസ്ഥ പരിഹരിക്കുന്നതിനും അത്യാവശ്യം പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികളും നിലവിൽ കേരള വാട്ടർ അതോറിറ്റി നേരിട്ടാണ് നടപ്പിലാക്കി വരുന്നത്. എടത്തല പഞ്ചായത്തിൽ കൊച്ചിൻ ബാങ്ക് മുതൽ മണിലിമുക്ക് വരെ വിതരണ ശൃംഖല സ്ഥാപിച്ചു. 394 FHTC നൽകുന്ന പ്രവൃത്തി 453.22 ലക്ഷം രൂപയ്ക്ക് 4/1/23 കരാർ വെച്ചു.
പ്രവൃത്തി 68% പൂർത്തീകരിച്ചു. 4.3 കിലോമീറ്റർ റോഡിൽ പൈപ്പ് സ്ഥാപിച്ചു. PWD കൈമാറുകയും PWD പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. NADയുടെ അനുമതി ലഭിച്ചാൽ ബാക്കി പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചെങ്ങമനാട് പഞ്ചായത്തിൽ വിതരണ ശൃംഖല സ്ഥാപിക്കാൻ FHTC നൽകുന്നതിനുമുള്ള പ്രവൃത്തി ഓംദാർ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 25/5/23 വർക്ക് ഓർഡർ നൽകി. 41.23 കോടി രൂപയ്ക്ക് സാങ്കേതിക അനുമതി നൽകിയിരുന്ന പ്രവൃത്തി തീർക്കേണ്ടിയിരുന്ന കാലാവധി 28/11/24 വരെ ദീർഘിപ്പിച്ച് നൽകി. പ്രസ്തുത കാലയളവിലും പ്രവർത്തനം പൂർത്തീകരിക്കാൻ കരാറുകാരന് സാധിച്ചില്ല. പ്രവൃത്തിയിൽ 124 കിലോമീറ്റർ പൈപ്പ് സ്ഥാപിക്കുന്നതിനും 5945 FHTC നൽകുന്നതിനും 60 കിലോമീറ്റർ റോഡ് പുനഃസ്ഥാപിക്കാനുമായിരുന്നു. 34 കിലോമീറ്റർ പൈപ്പ് സ്ഥാപിച്ചു. 503 FHTC നൽകി. 20 കിലോമീറ്റർ റോഡ് പുനഃസ്ഥാപിച്ചു. നിരവധി കത്തുകൾ നൽകിയിട്ടും കരാർ പ്രവൃത്തികൾ തുടരുന്നതിന് തയ്യാറായിട്ടില്ല. കീഴ്മാട് പഞ്ചായത്ത് DI, PVC, HDPE, GI പൈപ്പുകൾ വിതരണ ശൃംഖലയ്ക്കായി 31 കിലോമീറ്റർ സ്ഥാപിച്ചു. 2203 FHTCകൾ നൽകുന്ന പ്രവൃത്തി 24/2/23 തീയതി ശ്രീ സുനിൽ മാത്യു എന്ന കരാറുകാരൻ ഉടമ്പടി വെച്ചു. 20 കിലോമീറ്റർ പൈപ്പ് സ്ഥാപിച്ചു. 952 FHTCകൾ നൽകുകയും ചെയ്തു. 60% പ്രവൃത്തി പൂർത്തീകരിച്ചു. ഇതിൽ ഏകദേശം 1 കിലോമീറ്റർ ഒഴികെ റോഡുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രവൃത്തി മന്ദഗതിയിലാണ്, അത് പുരോഗമിക്കുന്നുണ്ട്. ശ്രീമൂലനഗരം പഞ്ചായത്തിൽ 83 കിലോമീറ്റർ പൈപ്പ് സ്ഥാപിക്കാനുണ്ടായി. 82 കിലോമീറ്റർ പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളതും 45 കിലോമീറ്റർ പുനഃസ്ഥാപിച്ചിട്ടുള്ളതുമാണ്. കാഞ്ഞൂർ പഞ്ചായത്തിൽ 105 കിലോമീറ്റർ പൈപ്പ് സ്ഥാപിക്കാനുണ്ടായതിൽ 75 കിലോമീറ്റർ പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളതും 17 കിലോമീറ്റർ റോഡ് പുനഃസ്ഥാപിച്ചിട്ടുള്ളതുമാണ്. നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ 155 കിലോമീറ്റർ പൈപ്പ് സ്ഥാപിക്കാനുണ്ടായതിൽ 96 കിലോമീറ്റർ പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളതും 15 കിലോമീറ്റർ റോഡ് പുനഃസ്ഥാപിച്ചിട്ടുള്ളതുമാണ്. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തീർക്കേണ്ട പദ്ധതി സമയബന്ധിതമായി തീർക്കുന്നതിൽ കരാറുകാർ വരുത്തിയിട്ടുള്ള വീഴ്ച പരിശോധിക്കും. കരാറുകാരത് ചെയ്ത് താമസം വരുത്തുന്നു എന്നുള്ളത് ഒരു അനാസ്ഥയായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിയമാനുസൃതമായി ഇദ്ദേഹത്തിന് തുടരാൻ താല്പര്യമില്ല എന്നുള്ളതാണ് മറുപടിയെങ്കിൽ അത് റീടെൻഡർ ചെയ്യാനും നിയമാനുസൃതമായി ഒഴിവാക്കാനും സമയബന്ധിതമായി അത് മറ്റു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ശ്രദ്ധിക്കും. കരാറുകാർക്ക് പണം ലഭിക്കുന്നില്ല എന്നുള്ള ആശങ്കയാണ് ഉയർത്തിയ മറ്റൊരു പ്രശ്നം. കേരളത്തിൻ്റെ ഇത്രയും വലിയൊരു പദ്ധതി നമ്മൾ ഒരേപോലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നടക്കുക. MLA നല്ല നിലയിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കാണേണ്ടത് എന്താ, 70% കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കം ചില പ്രശ്നങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അത് MLA തന്നെ കുറേക്കൂടി സ്ട്രിക്റ്റായിട്ട് കാര്യം നോക്കുക. നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി ഗവൺമെൻറ് കാണും. അവിടെ പ്രവർത്തികൾ നിയന്ത്രിക്കാനും മോണിറ്റർ ചെയ്യാനുള്ള അവകാശം MLA ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് കരാറുകാരുടെ വീഴ്ചയിൽ പണം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയം കാണേണ്ടതായിട്ടുള്ളത് ഏതാണ്ട് 35,000 കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ട് കേരളത്തിൽ. ഇന്നാണ്ട് 3,900 ബില്ലുകളാണ് ശേഷിക്കുന്നത്. കൊടുക്കാനുള്ള പെൻഡിങ് 4,000 കോടി രൂപയേ ഉള്ളൂ. ഏതാണ്ട് 4,000 ബില്ലുകൾക്ക് 4,000 കോടി രൂപയെ കൊടുക്കാനുള്ളൂ എന്നും കൂടെ കൂട്ടണം. എങ്കിലും നമുക്ക് ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സാമ്പത്തികമായി ലഭിക്കുന്നില്ല എന്ന ആശങ്ക ഉയർന്നു വരുന്നത് കരാറുകാരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് അഷ്വയർ ചെയ്തിട്ടുള്ളതാണ്. ചട്ടം 300 അനുസരിച്ച് ഈ സഭയിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പരാമർശനം നമുക്കെല്ലാവർക്കും അറിയാം. ഏത് വിധേനയും ഇത് നടപ്പിലാക്കി കൊണ്ടുപോകാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്ര ജാഗ്രത പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ വർക്ക് എല്ലാ തരത്തിലും പുരോഗമിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് ഒരു പ്രത്യേക താല്പര്യം MLA കൂടെ കാണിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ശ്രീ കാനത്തുൽ ജമീല, പ്ലീസ് പ്ലീസ്. എന്റെ മണ്ഡലത്തിലെ സർ പ്രശ്നം മണ്ഡലത്തിലെ കാനത്തുൽ ജമീല സമരത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. ആ സമരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ സമരം അല്ല ആവശ്യം. സ്വാഭാവികമായും PWD മാനുവൽ അനുസരിച്ച് പോയി നോക്കിയാൽ ടോട്ടൽ വർക്കിൻ്റെ അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിൻ്റെ 10% ശേഷം സബ്മിറ്റ് ചെയ്യേണ്ട ബില്ലുകൾക്ക് പകരം എത്രയുണ്ടെങ്കിലും ചെയ്യുന്നുണ്ട്, പരിഗണിക്കാൻ തയ്യാറാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ജാഗ്രത പുലർത്തണം. ഇത് കൊടുക്കുക എന്നുള്ള ഗവൺമെൻറ് അഷ്വറാണ്. എല്ലാ പഞ്ചായത്തിലും നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന കോൺഫിഡൻസ് ഗവൺമെൻറ്റിനുണ്ട്. എല്ലാവരും സഹകരിച്ച് മോണിറ്റർ ചെയ്യണം.